മൗനരാഗത്തിലെ ഭാനുമതിയമ്മയായി കുടുംബ പ്രേക്ഷകരുടെ സ്വീകരണമുറിയിൽ തിളങ്ങി നിൽക്കുന്ന താരമാണ് സേതുലക്ഷ്മി. മൗനരാഗത്തിൽ ഭാനുമതി അമ്മയായിട്ടാണെങ്കിലും മറ്റ് വ്യത്യസ്ത കഥാപാത്രങ്ങളായി ബിഗ് സ്ക്രീനിലും തന്റേതായ ഒരു സ്ഥാനം കണ്ടെത്തിയ താരം കൂടിയാണ് സേതുലക്ഷ്മി. ഇപ്പോഴിതാ അഭിനയ ജീവിതത്തിൽ തന്നെ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ഒരുപാട് സഹായിക്കുകയും ചെയ്ത താരങ്ങളെക്കുറിച്ചും അഭിനയ ജീവിതത്തെയും കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് താരം. മമ്മൂട്ടിയോടൊപ്പം അഭിനയിച്ചപ്പോഴുണ്ടായ അനുഭവത്തെക്കുറിച്ച് താരം പറയുന്നു. രാജാധിരാജ എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയോടൊപ്പം താൻ അഭിനയിച്ചിരുന്നു. ആ ചിത്രത്തിൽ ഒരു വേലക്കാരിയുടെ റോളായിരുന്നു തനിക്ക് ലഭിച്ചത്. ആദ്യമൊക്കെ തന്റെ ഡയലോഗുകൾ കേട്ട് മമ്മൂട്ടിയൊക്കെ ഒരുപാട് ചിരിച്ചിട്ടുണ്ട്. അങ്ങനെ ചില സീനുകൾ വീണ്ടും എടുക്കേണ്ടി വന്നിട്ടുമുണ്ട്. പിന്നീട് ഡയലോഗ് പറയേണ്ട രീതിയൊക്കെ മമ്മൂട്ടി പറഞ്ഞു തന്നിരുന്നു. അദ്ദേഹം തന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ മമ്മൂക്ക എന്നല്ല സാർ എന്നാണ് താൻ വിളിക്കാറുള്ളത്. ലൊക്കേഷനിൽ തമാശകൾ പറയാത്ത മമ്മൂട്ടി തന്നോട് ഒരുപാട് തമാശകൾ പറയാറുണ്ടെന്നും സേതുലക്ഷ്മി പറയുന്നു. പിന്നീട് മോഹൻലാലിനെ കുറിച്ചും താരം പറയുന്നുണ്ട്. മോഹൻലാലും തന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ മോനെ എന്നായിരുന്നു ആദ്യമൊക്കെ താൻ വിളിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹം പട്ടാള വേഷം ചെയ്തതോടുകൂടി തനിക്കൊരു പേടി തോന്നിയിരുന്നു. അതുകൊണ്ട് പിന്നീട് അങ്ങനെ വിളിക്കാൻ തോന്നിയിട്ടില്ല. തന്റെ മകന്റെ ചികിത്സയ്ക്കൊക്കെ ഒരുപാട് പണം തന്ന് മോഹൻലാൽ സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സിനിമകളിൽ തനിക്ക് ഇരട്ടി പണവും ലഭിക്കാറുണ്ട്. പുലിമുരുകൻ എന്ന ചിത്രത്തിൽ 1,00,000-ൽ കൂടുതൽ പ്രതിഫലം തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് താരം പറയുന്നു. കിട്ടുന്ന പണമൊക്കെ മകന്റെ ചികിത്സയ്ക്കു വേണ്ടി ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ മാറിയെന്ന് സേതുലക്ഷ്മി പറയുന്നു. ഒരു ദിവസം സിനിമയിൽ അഭിനയിക്കുന്നതിന് 25,000 രൂപ ലഭിക്കുന്നുണ്ടെന്നും താരം പറയുന്നുണ്ട്. മലയാളത്തിലെ മിക്ക നടന്മാർക്കൊപ്പവും താൻ അഭിനയിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ താൻ സ്വന്തം അമ്മയെപ്പോലെയാണെന്ന് താരം പറയുന്നു. നാടകങ്ങളിലൂടെ അഭിനയ രംഗത്തെത്തിയ താരമാണ് സേതുലക്ഷ്മി. വ്യത്യസ്ത കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ട് ഒരു നടിയായി മാറുകയായിരുന്നു. മിനിസ്ക്രീൻ പരമ്പരകളിലൂടെയാണ് സേതുലക്ഷ്മി തന്റെ കരിയർ ആരംഭിക്കുന്നത്. സൂര്യോദയം ആയിരുന്നു ആദ്യ പരമ്പര. പിന്നീട് ഒരുപാട് സിനിമകൾ ചെയ്തു. ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലെ കഥാപാത്രത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയിട്ടുണ്ട്. ഇപ്പോൾ മൗനരാഗം സീരിയലിൽ നെഗറ്റീവ് കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നതെങ്കിലും വളരെ ഒറിജിനാലിറ്റി തോന്നിക്കുന്ന അഭിനയമാണ് താരം കാഴ്ചവെക്കുന്നത്. അഭിനയ ജീവിതം കൊണ്ടായിരുന്നു താൻ ഇന്നു കാണുന്ന നിലയിലെത്തിയത്. തന്റെ മകൻ വലിയൊരു അസുഖത്തിൽ നിന്ന് രക്ഷപ്പെട്ടതും അങ്ങനെ തന്നെയായിരുന്നെന്ന് സേതുലക്ഷ്മി പറയുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട സിനിമ സീരിയൽ വിശേഷങ്ങൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.